അപ്പോൾ ഓരോരുത്തരും വന്ന് പല തരത്തിലുള്ള കഥകളാണ് ഈ ഒയ്ജ ബോർഡിലൂടെ നമ്മൾ പറയുന്നത്. കുറച്ച് നേരം കൈ ഞാൻ ഇങ്ങനെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. കാരണം അത്രത്തോളം ഞാൻ വേദനിച്ച്. അവിടെയാണ് ഞാൻ കോയിൻ വയ്ക്കുന്ന വിരലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ച്, വിളക്കൊന്നും ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചു. ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. പോകുന്നിടത്ത് ഈ ബോർഡും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒയ്ജ ബോർഡ് ആത്മാക്കളെ വിളിച്ച് വരുത്തുന്നതാണ് എന്നുള്ളൊരു ഭയം മനസ്സിനകത്ത്. അതിൽ പല സോളുകളും വരും. അവരുടെയൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സിനിമാ കഥയൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു അവിടെ ആ സോളിനെ കാണുന്നതും അതിൻ്റെ ഒരു അവസ്ഥ അനുഭവിക്കുന്നതും അയാളുടെ ഭാര്യയാണ്. അവരെ ബെഡ്റൂമിൽ വരെ ഒരു കറുത്ത ഒരു രൂപം. അത് മകൻ SLCക്ക് പ്രീ ഡിഗ്രിക്കോ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞിട്ട് അടി കൊടുത്ത് കുട്ടി മരിച്ച് എടുത്ത് കെട്ടിത്തൂക്കി. ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മൾ കിടന്നു പോകും. അത് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ പോസിറ്റീവിനോട് അടുക്കാൻ തുടങ്ങുന്നോ ആ സമയം നെഗറ്റീവ്സ് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന നമ്മളങ്ങ് തെറിച്ചു. ഞാൻ നേരെ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വന്ന് വീണു. പുള്ളിക്കാരൻ ഒരു സൈഡിലേക്ക് പോയി. വണ്ടി ആ കടയുടെ ഒരു കടയുണ്ടായിരുന്നു, ഒരു ചെറിയ കട, ആ കടയുടെ ഭാഗത്തങ്ങ് പോയി. അപ്പോൾ ഒന്ന് കൂളായതിന് ശേഷം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു. എന്തോ ഒരു സാധനം ഇങ്ങനെ പോയത് മാത്രമേ കണ്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് റേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിന, റിലേഷൻഷിപ്പ് കോച്ച്, ഹോളിസ്റ്റിക് ഹീലർ. ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ളൊരു മുഖമാണ് ഉള്ളത്. സോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ആളെ കൂടുതലായിട്ട് പരിചയപ്പെടാൻ. വേണു വടുവത്ത്, നമ്മൾ സ്നേഹപൂർവ്വം വേണുചേട്ടൻ എന്ന് വിളിക്കും. സോ വേണുചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം എനിക്ക് ഹോസ്റ്റ് ആവാനുള്ള താല്പര്യപ്രകാരം ഞാൻ ഇടിച്ച് കയറുകയായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് ചേട്ടനടുത്ത് ചോദിക്കാനുള്ളത്, അപ്പം ഞാനും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടന് ഈ വഴി വന്നത്? അപ്പം ഞാൻ കുറച്ച് ട്രെയിൻഡാണ്, എനിക്ക് ഇൻബോണായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ട്രെയിനിങ്ങിലൂടെയാണ് കുറച്ച് അതിലോട്ട് ഒരു സൈക്കിക് റീഡിങ്ങിലോട്ടൊക്കെ എത്തിപ്പെട്ടെ. ചേട്ടൻ ജന്മന ആ ഒരു സിദ്ധമായിട്ടുള്ള കഴിവോട് വന്നതല്ലേ. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി? ചേട്ടൻ ചെറുപ്പകാലത്താണോ അതോ എപ്പോഴാണ് അത് ആ ഒരു സിദ്ധി കിട്ടിയതെന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ജന്മനാൽ ഈ കഴിവുണ്ടോയെന്ന് കേട്ടാൽ എനിക്കറിയില്ല. എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പേടിയുള്ള വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ കുട്ടിക്കാലം മാത്രമല്ല, ഏതാണ്ട് എൻ്റെ ഒരു 10-28 വയസ്സ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൾക്കാർ പറഞ്ഞ കഥകളെല്ലാം കേട്ട് അങ്ങനെ ഒരു ദിവസം ഒരാൾ പറഞ്ഞ് ഇതെനിക്ക് ഒയ്ജ ബോർഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതുവഴി ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കാം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഇഷ്ടമുണ്ട്, എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കാലം അങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, സ്കൂൾ അക്കാഡമിക്ക്. അപ്പോൾ അവിടെ ചെന്ന് പഠിച്ചു. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു 10-30 പേര് ഉണ്ടായിരുന്നു. അത് അവരെ പലരും പല സ്ഥലത്തുള്ളവരാണ്. ഞാൻ അന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. പക്ഷേ ഒരു പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ എനിക്ക് പേടിയില്ലാതായി. രാത്രി 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരം വെളുത്ത് കോഴി പോകുമ്പോഴാണ് നേരം വെളുത്തു എന്നറിയണം. അപ്പം അത്രത്തോളം ഇത് തെറ്റിയിരുന്ന് ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങൾ അങ്ങനെയായിരുന്നു. കാരണം ഇതിനോടുള്ള ഇഷ്ടമാണ് കൂടുതൽ, എന്താണ് അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും വന്ന് പല തരത്തിലുള്ള കഥകളാണ് ഈ ഒയ്ജ ബോർഡിലൂടെ നമ്മൾ പറയുന്നത്.
പിന്നെ ഞാൻ ഈ ഒയ്ജ ബോർഡെന്ന് പറയുമ്പോൾ അല്ല ആൾക്കാർക്ക് പല തരത്തിലുള്ള കഥകൾ എന്ന് പറയുമ്പം ആ സോൾ പ്രസൻസ് അന്നേരം മുതൽ ചേട്ടന് ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് തുടങ്ങി. ഓക്കെ. കാരണം എനിക്ക് അനുഭവങ്ങളുണ്ട് അതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒയ്ജ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി. ഈ കറണ്ട് പോയ സമയത്ത് ഞാനവിടെ വിളക്കുണ്ടായിരുന്നു, ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്ക്. അപ്പോൾ അത് തിരഞ്ഞെടുത്ത് അത് കത്തിച്ച് വെച്ച് ഒയ്ജ ബോർഡ് പിന്നെയും നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ വിളക്ക് ക്ലാവി കത്തി. പിന്നീട് ഞാൻ അത് അണച്ച് രണ്ടാമത് അതിൻ്റെ അടപ്പൊക്കെ ക്ലിയർ ആണോ എന്നുള്ള നോക്കിയിട്ട് ലീക്ക് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയിട്ട് ലീക്കൊന്നുമില്ല. പിന്നെയും കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇതിൽ നിന്ന് ഈ തീയോടുകൂടി ഇതിൻ്റെ ടോപ്പ് പൊട്ടിയങ്ങ് പോയി. ഈ ബോട്ടിൽ വേറെ സ്ഥലത്ത് കിടക്കുന്നു, ഈ ടോപ്പും തിരിയായിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് കത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതങ്ങ് അണച്ചു. അതിന് ശേഷം ഞാൻ കറണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെയും ഒയ്ജ ബോർഡിൽ കോയിൻ വെച്ച് കൈ വെച്ച് ഇങ്ങനെ ചെയ്യണം. ആ സമയത്ത് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം, ചൂരലിന് അടി കിട്ടുമല്ലോ വിരലിൻ്റെ തുമ്പിൽ, ചൂണ്ടുവിരലിൻ്റെ തുമ്പിൽ. കുറച്ച് നേരം കൈ ഞാൻ ഇങ്ങനെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. കാരണം അത്രത്തോളം ഞാൻ വേദനിച്ച്. ചൂണ്ടുവിരലിൽ അവിടെയാണ് ഞാൻ കോയിൻ വയ്ക്കുന്ന വിരലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ച്, വിളക്കൊന്നും ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. എഴുതി കാണിച്ചു. മലയാളത്തിലായിരുന്നു അത് ഇംഗ്ലീഷിലായിരുന്നു? അന്ന് ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷിൽ വരുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇംഗ്ലീഷിനോട് അത്ര ഗ്രാഹ്യം കുറവ് ആയതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഇതില്ല. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ റൈറ്റിങ്ങിലേക്ക് തുടങ്ങി. ഓട്ടോ റൈറ്റിങ്ങിലായപ്പോൾ വളരെയധികം നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ് കൂടുതലും റീഡ് ചെയ്യുന്നത്. ഓട്ടോ റൈറ്റിംഗ് ആണ് കൂടുതൽ എളുപ്പം. അത് മാത്രമല്ല, നമ്മൾ പോകുന്നിടത്ത് ഈ ബോർഡും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ ബോർഡിനൊരു ആൾക്കാർക്കിടയിലൊരു നെഗറ്റീവ്സ് ഉണ്ട്. ഒയ്ജ ബോർഡ് ആത്മാക്കളെ വിളിച്ച് വരുത്തുന്നതാണ് എന്നുള്ളൊരു ഭയം മനസ്സിനകത്ത്. എനിക്ക് തോന്നുന്നത് ഒയ്ജ ബോർഡ് ട്രൈ ചെയ്യാത്ത ആളുകൾ തന്നെ കുറവാണ്. എല്ലാവർക്കും ഇതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, സ്പിരിറ്റിന്റെ. അപ്പം ഇത് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഞാനും എൻ്റെ ഒരു +2 ടൈമിൽ ഒയ്ജ ബോർഡിലാണ് ഞാനും ആദ്യം ഇത് തുടങ്ങിയത്, എന്താണെന്ന് അറിയാൻ. അപ്പൊ അതിൽ എനിക്ക് പെട്ടെന്ന് പേടിയായി. പിന്നെ ഞാൻ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഓട്ടോ റൈറ്റിംഗ് ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു പേനയും പേപ്പറും മാത്രം മതി. മനസ്സൊന്ന് സ്വസ്ഥമാക്കാമെങ്കിൽ ഓക്കെ ആവും അവിടെ. അപ്പോൾ അതിലൂടെയാണ് പിന്നെ കൂടുതലുള്ള റൈറ്റിംഗ് കൂടുതൽ ചെയ്യുന്നത്, റീഡിങ് ചെയ്യുന്നത് അതിലൂടെയാണ്. അപ്പോൾ അതിൽ പല സോളുകളും വരും. അവരുടെയൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സിനിമാ കഥയൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കുറേ കഥകളുണ്ടാവും. ഹെൽപ്പ് ചോദിച്ചു വരുന്നവരുണ്ടാവില്ലേ? സഹായങ്ങളൊക്കെ ചോദിച്ചു വരുന്നവരുണ്ടാവും. നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ ആ സമയത്ത് എനിക്ക് ഇതറിയാനും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അന്ന് നമ്മൾ മാധ്യമങ്ങളുടെ ഇടയിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, ഒരു വീട്ടിൽ ഒരു പ്രേതബാധ ഉണ്ട്, അപ്പോൾ അതൊന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു ആ ഫാമിലി. അയാളുടെ സുഹൃത്താണ് എൻ്റെയും സുഹൃത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ആ സോളിനെ കാണുന്നതും അതിൻ്റെ ഒരു അവസ്ഥ അനുഭവിക്കുന്നതും അയാളുടെ ഭാര്യയാണ്. അവർ മാർവാഡീസാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നവരാണ്. അവരെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ജനിച്ച് വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതാണ് പറഞ്ഞത്. കാരണം ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ബെഡ്റൂമിൽ വരെ ഒരു കറുത്ത ഒരു രൂപം, എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു കറുത്ത രൂപം, ഒരു ഷാഡോ, ഒരു 8 അടി പൊക്കത്തിലുള്ള ഒരു ഷാഡോ എന്നാണ് അവർ പറഞ്ഞത്. അതിങ്ങനെ കയറി വരും. അതുപോലെ തന്നെ അവർ
അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും അരിയുന്ന സമയത്ത് ബാക്കിൽ കൂടെ വന്ന് ഇതിങ്ങനെ പിടിക്കുന്നൊരവസ്ഥ. പക്ഷെ അവർ നോക്കുമ്പോൾ ഒരു ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അവരുടെ മാനസിക പ്രശ്നം കൊണ്ട് അവർക്ക് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് അവരെ നിന്ന് ഇതെല്ലാം കേട്ടതിന് ശേഷം അപ്പോൾ പറഞ്ഞ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടി കൂടെ ഇത് കണ്ടു. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം, വെളിയിൽ നിന്ന് ഒരാളിൻ്റെ ഇത്. ആ കുട്ടിക്ക് അന്നൊരു 14 വയസ്സ് പ്രായം വരും, 13-14 വയസ്സേ വരുള്ളൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാളിൽ കൂടെ നടന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ആ കുട്ടി കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് കൂടുതൽ മാനസികമെന്ന് വെച്ച് പറയാൻ നിന്നില്ല. അപ്പോൾ ആദ്യം കാരണം അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നല്ലൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക എന്നാണ്. അപ്പോൾ ഡോക്ടർ തിരുവനന്തപുരത്ത് കാണിക്കാൻ ഇനി ആരുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ അവരെ കുടുംബമെല്ലാം ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് വലിയ പൂജയും കാര്യങ്ങളൊക്കെ നടത്തി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണൊക്കെ. അപ്പോൾ പറഞ്ഞു ഇത് പൂജയൊക്കെ നടത്തിയതാണ്, പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും ആ സോളിനെ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു. അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ഇന്ന് പോയിട്ട് വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞു. ഇങ്ങനെ കഥ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അടുത്ത വീട്ടിലൊരു ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആളാണ് ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ തൂങ്ങി മരിച്ച ആ ബെഡ്റൂമിൻ്റെ സൈഡാണ് ഇവരുടെ വീടിൻ്റെ അടുക്കള എന്ന് കാണാൻ പറ്റും. പക്ഷേ ഇവർക്കറിയില്ല ആ വീട്ടിൽ ഇങ്ങനെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടോ ഇല്ല. കാരണം അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചിട്ട് 9 വർഷമേ ആവുന്നുള്ളൂ. ഈ 9 വർഷത്തിന് മുന്നെയാണ് ആ ആൾ അവിടെ തൂങ്ങി മരിച്ചത്. ആളെന്ന് പറയാൻ പറ്റില്ല, ഒരു പയ്യനാണ്, ഒരു ചെറിയ പ്രായമുള്ളൊരു പയ്യനാണ്. ഞാൻ അയാളുടെ അടുത്ത് ഈ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ആ വീട്ടിൽ താമസിക്കുന്നത് വേറെ ആൾക്കാരാണ്. ഈ തൂങ്ങി മരിച്ച വീട്ടിൽ താമസിക്കുന്നത് വേറൊരാളാണ്. അവരൊക്കെ കൊടുത്തിട്ടൊക്കെ പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞ് അങ്ങനെയൊന്നും അറിയില്ല, കാരണം ഇവരും മാർവാടീസാണ്, ഇവർക്കും അയൽവക്കമായിട്ടൊന്നും വലിയ ബന്ധങ്ങളുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലൊരു മാനസിക രോഗ വിദഗ്ധനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിക്ക് അയാൾ എന്നെ വിളിക്കുന്നു. പറഞ്ഞതൊക്കെ കറക്റ്റാണ്, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരാളാണ്. അത് മകൻ SLCക്ക് പ്രീ ഡിഗ്രിക്കോ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞിട്ട് അടി കൊടുത്ത് കുട്ടി മരിച്ച് എടുത്ത് കെട്ടിത്തൂക്കി. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പിന്നീട് ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞ് നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന്. അപ്പോൾ ഈ കുട്ടിയെ വിളിച്ച് വരുത്തി സംസാരിക്കുകയാണ്, ഓട്ടോ റൈറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് ഈ വീട്ടിൽ നിനക്കെന്താണ്, എന്തിൻ്റെ ഇതിലാണ് അടിസ്ഥാനത്തിലാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചു. അത് എനിക്ക് അവരെ ഇഷ്ടമാണ്, ഈ ഫാമിലി എല്ലാ സ്ത്രീയെ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യവതിയാണ്. ഈ കലണ്ടറിൽ നിന്നൊക്കെ ദേവീദേവന്മാർ കിരീടം ഇല്ലാതെ ഇറങ്ങി വന്നാൽ അങ്ങനെ ഇരിക്കുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇതിപ്പോൾ ഏത് ആത്മാക്കൾക്കും ഒന്ന് തോന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ, അത്ര സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നീ മരിച്ചു പോയ ശരീരമില്ലാത്ത ഒരാളാണ്, ഇവർ ശരീരമുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഇവിടം വിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓട്ടോ റൈറ്റിലാണ് സംസാരിക്കുക. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഈ സ്ത്രീയുടെ ഭർത്താവ്, സ്ത്രീയുടെ 2 മക്കൾ, പിന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത എൻ്റെ സുഹൃത്ത്, ഇത്രയും പേര് ഞാനടക്കമുള്ളത്. അപ്പോൾ പറഞ്ഞ് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നിങ്ങളൊന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചിട്ട് ഇനി എന്നെ നോക്കാൻ പറഞ്ഞു. എന്നെ നോക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ കണ്ണ് പൊത്തി കരച്ചിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, അത് നിങ്ങളുടെ ബാക്കിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായിരുന്നാലും
നമുക്കിതിനെ പറഞ്ഞു വിടാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ഞാൻ ചോദിച്ച് നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അതെനിക്ക് ആദ്യം മാറില്ല എന്നൊക്കെ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്കൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അത് മാത്രമല്ല, നമുക്ക് വേറെ മീഡിയേറ്ററുണ്ട്. ആ മീഡിയേറ്ററെ വെച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പോവാന്ന് പറഞ്ഞു. അയാളുടെ ഒരാഗ്രഹം പറഞ്ഞു. അവരുടെ കൈ കൊണ്ട് കുറച്ച് ആഹാരം, പായസം, മധുരമുള്ള വിഭവം വിളമ്പി കൊടുക്കാൻ. അപ്പോൾ പായസമാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു ശരി, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അത് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന ദിവസം, അടുത്ത ഒരു ദിവസം നമുക്കത് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ കസേര ആളിന് വേണ്ടി ഇട്ടിട്ട് അവരെ കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് രാത്രി ഒരു 11-12 മണിയായപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സോളിനോട് ചോദിച്ചു, നീ പോകുമെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ, അതറിയണമല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു അടയാളം കാണിച്ചിട്ട് നീ പോകണം എന്ന് പറഞ്ഞു. അത് കാണിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് പറഞ്ഞപ്പം ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഒരു 3 വിളക്ക് ഇവിടെ കത്തിച്ച് വയ്ക്കും, അതിലിഷ്ടമുള്ള വിളക്ക് നിനക്ക് അണച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. അത് ഓക്കെ പറഞ്ഞു. അവിടെ ഇഷ്ടംപോലെ പിത്തള വിളക്കുകളുണ്ട് ഈ മാർവാടീസ് വീട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 അടി ഹൈറ്റുള്ള 3 വിളക്ക് നിരത്തി എണ്ണ ഒഴിച്ച് വലിയ തിരിയിട്ട് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഫാനൊന്നും ഇട്ടിട്ടില്ല, കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ ആഹാരം ആ വ്യക്തിക്ക് കൊടുക്കുന്ന സമയം അത് കഴിച്ചിട്ട് അയാൾ പോകും. പക്ഷേ അയാൾ പോകുമെന്നുള്ളത് നിങ്ങളറിയണമല്ലോ. അതുകൊണ്ട് ഇത് കത്തിച്ച് വെച്ചിരിക്കുന്നതിൽ ഒരു വിളക്ക് അത് അണച്ചിട്ട് പോകും. ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കറിയില്ല. അതിനിഷ്ടമുള്ള ഒരു വിളക്ക് അണച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെ ആ സമയം വന്നു. അവർ അവിടെ കസേര ഇരുത്തി ആ കസേര ഇട്ടു. അവിടെ പ്ലേറ്റ് കൊണ്ടുവച്ച് സ്പൂണിൽ പായസം കോരി 3 റൗണ്ട്. 3ാമത്തെ റൗണ്ടിന് ഈ നിറയെ കത്തിക്കൊണ്ടിരുന്ന വിളക്കിൽ ഒരു വിളക്ക് സെൻറ്ററിൽ വന്ന വിളക്കിട്ട് അങ്ങനെ അണയുകയും ചെയ്തു. ഇവരുടെ ഒരു പട്ടി പുറത്ത് കിടക്കുകയായിരുന്നു. ആ പട്ടി ആരോ ചവിട്ടി കരയിപ്പിക്കുന്നത് പോലെ പട്ടിക്ക് ഒരു ചവിട്ടും കൊണ്ട് പട്ടി ഇങ്ങനെ ഇരച്ചു പാഞ്ഞു ഓടിയ ഒരവസ്ഥയാണ് കണ്ടത്. ഇതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഇപ്പോൾ അതുപോലെ നിങ്ങൾ ഈ എനർജി എന്ന് പറയുന്നത് വെച്ചാണല്ലോ കൂടുതലും ഈ നമ്മളെ ഈ ടാരോ കാർഡിന്റെ റീഡിങ്ങും എല്ലാം ഈ എനർജി ഉപയോഗിച്ചാണല്ലോ കുറച്ചൊക്കെ. ടാരോ കാർഡ് ഇപ്പോൾ എനിക്ക് അടുത്തിടെയായിട്ടാണ് ടാരോ റീഡ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഈ പറഞ്ഞ കണക്ക് അല്ലാതെയുള്ള തരത്തിൽ ഒരാളടുത്ത് സംസാരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് തരുന്നത്, എപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ആ ഒരു അനുവാദം കിട്ടുമ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് അത് പറയുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുമല്ലോ. അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള എന്തെങ്കിലും അനുഭവം? നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചതെന്ന് വെച്ചാൽ അനുഭവം ഒരു സർപ്പദോഷമുള്ള ഒരു ലേഡിക്ക് ഹീൽ ചെയ്ത ടൈമിൽ ഹീലിംഗ് കഴിഞ്ഞു. അവർ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടാണ് അവർ പോയത്. പക്ഷേ അത് 3 ദിവസത്തെ ഹീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, പാമ്പ് ചീറ്റുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ നമ്മളത് അതിനുള്ള പ്രോസസ്സ് ചെയ്ത് അതിനെ വിടുവിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഹീലിംഗ് ചെയ്യുമ്പം പലരും പറയും നമുക്കൊരു അങ്ങനെയൊന്നും കിട്ടില്ല, ഡിവൈൻ എനർജി അല്ലേ. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു പങ്ക് ഉറപ്പായിട്ടും ഹീലറിനെയും അത് ബാധിക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മൾ കിടന്നു പോകും. ചില ഹീലിംഗ്സ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ പോസിറ്റീവിനോട് അടുക്കാൻ തുടങ്ങുന്നോ ആ സമയം നെഗറ്റീവ്സ് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അതാണ് ഒരു കാര്യം. ഇത് ഒരിക്കൽ എനിക്കൊരു അനുഭവം, അപകടകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു 4-5 വർഷത്തിന് മുന്നേ ഉള്ള ഒരു കാര്യമാണ്. എൻ്റെ സുഹൃത്ത് ഉണ്ണി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യൻ്റെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിരന്തരം അസുഖങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ അത് വന്നിട്ട് തമിഴ്നാടാണ്, കൊല്ലംകോട് തമിഴ്നാട് ഭാഗത്ത്. ഞാൻ അവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടൻ വണ്ടി ഇവിടെ വെച്ചിരുന്നാൽ മതി, എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പുള്ളിയുടെ സ്കൂട്ടറിലാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് അവിടെ ചെന്നു, ഒരു 6 മണിയോടുകൂടി അവിടെ ചെന്നു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ വിളിച്ചാണ് ഓട്ടോ റൈറ്റിംഗ് നോക്കിയത് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോ റൈറ്റിംഗ് വന്നപ്പോൾ തമിഴൊക്കെയാണ് കയറി വരുന്നത്, എനിക്കത് പിടി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കുഞ്ഞന്ന് 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ട് നോക്കിക്കുകയാണ്. അപ്പോൾ അത് എഴുതാൻ തുടങ്ങിയ നിമിഷം മുതൽ അത് ഈ സോള് പറയുന്നതാണ്, ഞാനിവിടെ ഉള്ളതാണ്, എന്നെ നിങ്ങൾക്ക് ഓട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്ക് നിന്നെ കുന്നുകളയും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, എന്തായിരുന്നാലും എന്നെ കൊല്ലുന്ന കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ ഈ വീട്ടിലുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്, ആ രീതിയിലേക്ക് മാറിപ്പോകണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം വെച്ചാൽ കുട്ടിയെ കൂടെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് നിർത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയം രാത്രി ഒരു 11:45, 12 അടുപ്പിച്ചാവും. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വളരെ സൂക്ഷിച്ച് ഓട്ടിക്കണം, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും, ചിലപ്പോൾ ഉണ്ടായില്ലെന്നും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരികയാണ്, വളരെ സ്ലോവിൽ അവൻ സ്കൂട്ടർ ഓടിച്ച് വരികയാണ്. അങ്ങനെ പൂവാർ അടുപ്പിച്ച് വന്ന സമയത്ത് അവിടെ ഒരു വളവുണ്ട്, ഒരു ഇറക്കവും തേരിയൊക്കെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അവിടെ ഒരു മുറുക്കാൻകടയും ഒരു ചർച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചർച്ച് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഉള്ള ചെക്ക് പോസ്റ്റാണ്. അങ്ങനെ ഏതാണ്ട് അവിടെ എത്തി മണി 12:45 അടുപ്പിച്ചാവും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പെട്ടെന്ന് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന നമ്മളങ്ങ് തെറിച്ചു. ഞാൻ നേരെ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വന്ന് വീണു. പുള്ളിക്കാരൻ ഒരു സൈഡിലേക്ക് പോയി. വണ്ടി ആ കടയുടെ ഒരു കടയുണ്ടായിരുന്നു, ഒരു ചെറിയ കട, ആ കടയുടെ ഭാഗത്തങ്ങ് പോയി. ഞാൻ എഴിച്ച് വന്ന് അവനെ ചെന്ന് നോക്കി, കുറച്ച് ദൂരെ ചെന്നാണ് അവനെ ഞാൻ എടുക്കുന്നത്. പക്ഷേ ബോധം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധങ്ങളൊന്നും നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ നല്ല തട്ട് കിട്ടി. അപ്പോൾ ബോധം കെട്ടിരുന്നെങ്കിൽ അപകടകരമായ സ്ഥലമാണ്. കാരണം തമിഴ്നാട്ട് വണ്ടി ലോറി എപ്പോഴും പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് നിനക്കെന്നത്? അത് പൂച്ച എടുത്ത് ചാടിയെന്ന് തോന്നണം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് കൈയും കല്ലൊക്കെ. അപ്പോഴേക്കാണ് അവിടുത്തെ ഒരു അമ്മ കട തുറന്ന് ഇറങ്ങി വരണം. അവിടെ അടച്ചിട്ട് കയറിയതേ ഉള്ളൂ, കട രാത്രി അടച്ചിട്ട് കയറിയതേ ഉള്ളൂ. അവർ സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അവർ വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ എൻ്റെയും ശരീരം മുറിവുണ്ട്, പുള്ളിയുടെ ഇവിടെയൊക്കെ നല്ല മുറിവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് നേരെ തിരിച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒന്ന് മുറിവൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് പൂച്ചയാണെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് അവൻ്റെയും ഒരു കെട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒന്ന് കൂളായതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു. എന്തോ ഒരു സാധനം ഇങ്ങനെ പോയത് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു, നീ നല്ല സ്പീഡല്ലായിരുന്നല്ലോ. നല്ല സ്പീഡല്ല, അതാണോ അതിശയം, നല്ല സ്പീഡല്ലല്ലോ. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയൊരു അപകടം പതിഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ബോധം കിട്ടില്ലെങ്കിൽ തീർന്നു. അതെ അതെ. കാരണം ഞാൻ സെൻട്രലാണ്, റോഡിൻ്റെ സെൻറ്ററിൽ കിടക്കുന്നു, ലോറി വന്ന തീർച്ചയായും കയറി ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പുള്ളിക്കും പിന്നീട് പേടിയായി. അപ്പോൾ ചേട്ടനിപ്പം ഈ ഓജോ ബോർഡ് വഴി അത് ഓട്ടോ റൈറ്റിങ്ങിലോട്ട് എത്തും. ഇപ്പം ഓട്ടോ റൈറ്റിംഗ് തന്നെയാണ്, ഓട്ടോ റൈറ്റിംഗ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. എന്നെ പോറ്റിമാരൊക്കെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും ഓട്ടോ റൈറ്റിംഗ് ആണ്. അപ്പം ഇപ്പം ചേട്ടൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോ റൈറ്റിങ്ങിലൂടെ അവിടുത്തെ പ്രസൻസിന് വീടുകളുടെ ഹോണ്ടഡ് ആയിട്ടുള്ള വീടുകൾ അറിയാൻ കഴിയും, സ്ഥലങ്ങളും അതെന്താണെന്നുള്ളത് അറിയാം, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് ചോദിക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. അപ്പം അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ വേറെ വേറെയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ. ഓട്ടോ റൈറ്റിങ്ങിലൂടെ നമുക്ക് അവർ കൂളായിട്ട് ഉത്തരം പറയുമെങ്കിൽ, ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കറക്റ്റ് ചെയ്ത് പറഞ്ഞ് അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാൻ തയ്യാറാണെങ്കിൽ ആ രീതിയിലേക്ക് പോകും. അതല്ല എങ്കിൽ അതിൻ്റെതായ മാർഗം സ്വീകരിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരാളുടെ അടുത്ത്
പറഞ്ഞ് മനസ്സിലാക്കും. ഏതായാലും നീ പോ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നമ്മളൊരു മനുഷ്യൻ്റെ അടുത്ത് പറയുന്നത് പോലെ. അതല്ല നീ എന്നെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റി നോക്ക് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവവും അല്പം മാറും. പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും കൂടെ വിളിക്കേണ്ടി വരും. അതല്ലെങ്കിൽ താന്ത്രികപരമായിട്ട് അത് മാറ്റേണ്ടി വരും.